ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ മക്കളെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. വീഡിയോ ഒന്ന് കണ്ടോക്കി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ രാവിലെ ഞാൻ അടുക്കളയൊക്കെ നീച്ച് വന്നതിന് ശേഷം മോള് നീച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്നും കൂടി ഉണ്ട് പോയിട്ട് ഓളൊന്നും കൂടി ഉറക്കാൻ വേണ്ടിയിട്ട് നിന്ന്, പക്ഷെ ഓളം ഉറങ്ങിയില്ല. അപ്പം ഞാൻ ഓള് കടിയും കൂടി ഉണ്ടാക്കിയാൽ അത് കൊടുത്താൽ മതി. അപ്പോൾ ഓളായിട്ട് അവിടെ അങ്ങനെ ഇരുന്നാൽ ഓനക്ക് പോകാൻ നേരം വെങ്ങും ചെയ്യും. അപ്പോൾ ഓന് ചായ അടിക്കാതെ കണ്ട് പോകും, നേരം വൈകിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓളവിടെ ആക്കിയിട്ട് ഓളിൻ്റെ എന്തൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ അങ്ങനെ ഓരോന്ന് പിടിച്ച് വലിക്കണ് ബുദ്ധിമുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കാതെ ഞാൻ എളുപ്പം ഇത് ഉണ്ടാക്കുകയാണ്. വെള്ളം വെച്ചിട്ടുണ്ട്, ഇനി ഇതാണ്ട് വെച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തത് പെട്ടെന്നാണ്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേ തട്ടിൽ ഇത് വെക്കുമ്പോഴത്തിന് ഇതാവുമ്പോഴത്തിന് മറ്റേ തട്ടിൽ ആക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിന്ന് നൂൽപുട്ടാണ് ആക്കണത്. അപ്പോൾ ചെറുപയർ കറിയുണ്ട്, കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ശാലുവിനാണ് തേങ്ങാപ്പാൽ ഇഷ്ടം, അത് അപ്പോത്തിന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു 8:30 ആവട്ടെ ചായ അടിക്കാൻ. അപ്പോത്തിന് എനിക്ക് ഉണ്ടാക്കിയാലും മതി. ഇവന് പിന്നെ 7 മണി ആകുമ്പോഴാണ് പോകും. അപ്പോൾ ഞാൻ ഒരു 6:30 6:45 ആകുമ്പോൾ എനിക്ക് ചായ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനിതാ ചുറ്റിയെടുക്കാനൊക്കെ വളരെ എളുപ്പമുണ്ട് കേട്ടോ. പക്ഷേ ചുടുവെള്ളത്തിൽ കുഴച്ചാൽ മതി. വാട്ടിയിട്ട് ഒഴിക്കലും നൂലപ്പം ഉണ്ടാക്കരുത് കേട്ടോ. നൂലപ്പായാലും ഇടിയപ്പായാലും പലരും പലതുകൊണ്ടല്ലേ പറയാം. അപ്പം ഞാൻ നൂൽപുട്ട് എന്ന് കേട്ടോ കൂടുതൽ പറയൽ. നൂലപ്പം എന്നും പറയും, ഇടിയപ്പം എന്ന് അങ്ങനെ പറയലില്ല. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ പോരും ഇത്. കാരണം വാട്ടിയെടുത്താൽ എളുപ്പം പോരൂല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത് എടുത്തിട്ട് ചൂട് തന്നെട്ടോ കൈ കൊണ്ട് എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അതായിട്ട് കൊണ്ട് വന്നതാണ് ആ തട്ടായിട്ട്. അപ്പോൾ തട്ടുന്ന കണ്ടിന്ന് പെട്ടെന്ന് തന്നെ കണ്ട് വീണ് നമ്മളെ അപ്പങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്താണ് ഞാനും ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ് കൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. അപ്പോൾ അതാണ്ടില്ല ആയത് കൂട്ടിയിട്ട് എനിക്കവിടെ ചായ എടുക്കുകയാണ്. 4 നല്ല കട്ടിയില്ല കേട്ടോ. ഞാനപ്പോൾ ഒറ്റ ഇതിലാണ്ട് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാക്കി എടുക്കുകയല്ല. അപ്പോൾ അതാണ്ട് ആക്കിയിരിക്കണ്. പിന്നെ അതൊക്കെ അങ്ങനെ അധികം വലിപ്പമില്ല, അതൊക്കെ തന്നെ കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൂൽപുട്ടാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി ഞാനും മോനും കൂടി പിന്നെ ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. അപ്പോഴൊന്നും വീഡിയോ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിതാ ഇതിൻ്റെ മോനക്ക് സ്കൂളിലേക്ക് ഉരുളങ്കിഴങ്ങ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിലൊന്നും ഉണ്ടാക്കുന്നതും കൂടി ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ നീളത്തിൽ കഷ്ണമാക്കി എടുത്തുകൊണ്ട് ഒന്ന് കണ്ട് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ കോൺഫ്ലവറും ഒക്കെ ചേർത്തിട്ട് കേട്ടോ. 1 ടീസ്പൂൺ സുർക്കയും ചേർത്തിക്കണ്. അതൊക്കെ ചേർത്തുങ്ങാണ്ട് ഞാനൊരു മസാല ഉണ്ടാക്കിയിട്ട് ഇതാ ഈ ഉരുളങ്കിഴങ്ങ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്നാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചിട്ട് കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അവനക്ക്.
അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് എനിക്ക് പല രൂപത്തിലും ചിലപ്പോൾ ചെറിയ പീസാക്കിയിട്ടൊക്കെയാണ് നുറുക്കിയിടുക. അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ആക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടമാവും. അപ്പോൾ ചോറിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനെന്താ ചെയ്തിരിക്കണേ, ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ട് അതിൽ ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുറച്ച് കറിവേപ്പില കണ്ടെടുത്തു, പിന്നെ ഒരു നുള്ളോളം മതി കേട്ടോ ഗരം മസാല വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഉരുളങ്കിഴങ്ങ് നീളത്തിലൊന്നാണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല കട്ടില്ലാതെ അത്യാവശ്യം കട്ടിയായിട്ട് നല്ല തെയ്യ് കൂട്ടിച്ചിട്ട് പെട്ടെന്ന് കരിയിക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കണ്ട് നല്ല വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല കാണാനും ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കാശ്മീരി മുളക് പൊടിയാണേനും ഇത് കുട്ടികൾക്ക് അത്യാവശ്യം എരിവില്ലാത്തത്, ഇത് ചായക്കും കഴിക്കാം അങ്ങനത്തെ രുചിയുള്ള ഒരു ഇതാണ് കേട്ടോ ഈ പൊട്ടാട്ടോൻ്റെ ഇത്. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവന് സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെ ഇന്ന് ലീവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലത്തെ തേങ്ങയൊക്കെ ഒന്ന് ഇടുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ തേങ്ങയൊക്കെ ഒന്ന് ഉണങ്ങി നിൽക്കുന്നു. മോളൊക്കെ തന്നെ ഇറങ്ങി നടക്കണതല്ല അത് വിചാരിച്ചിട്ട് അവൾക്ക് ഒന്ന് ഇട്ടതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ പിടിച്ചതാണ് കേട്ടോ ഫോണ്. അപ്പം കണ്ട് ഓളെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതേന്ന്. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒന്നും എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണേ. അപ്പോൾ അതാ അത്യാവശ്യം ഇങ്ങനെ വെയിൽ വരൽ തുടങ്ങിയാണ്. അപ്പോൾ കേട്ടോ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അപ്പോൾ വെയിലൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഒക്കെ ഒന്ന് എടുത്ത് ചിങ്ങാണ്ട് പിന്നെ അടുക്കളയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അടുക്കളയൊക്കെ വന്നപ്പോൾ അതാ എനിക്കത് കൊടുന്ന് വെച്ചിങ്ങാണ്ടാണ് കേട്ടോ പിന്നെ പുറത്തേക്കാണ്ട് പോയത് പണിക്ക്. അപ്പോൾ ഇന്ന് ബീഫ് കൊടുന്നിട്ടുണ്ട്. അത് നുറുക്കിക്കാണ്ട് തന്നെയാണ് കൊടുന്നിക്കണത്. ഇനി വന്നിട്ട് നുറുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് നുറുക്കിക്കാണ്ട് കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെന്നിട്ട് കുക്കറിൽ കറി വെച്ചെടുക്കണം. അപ്പോൾ മോൾക്കാണെങ്കിലോ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് ഞാനിതാ ആകെ ഒരു പെടി അരിയായിട്ട് എടുക്കുള്ളൂ. അതന്നെ ദിവസം ബാക്കിയായിട്ട് ഒഴിവാക്കുകയാണ്. പക്ഷെ ഓള് തീരെ കഴിക്കൂല കേട്ടോ, കഞ്ഞി കൊടുത്താലൊന്നും കുടിക്കൂല. അപ്പോൾ ഞാൻ ആകെ ഒരു പെടി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് ചെറിയ അരിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വേവ് കുറഞ്ഞ അരി ഉണ്ടല്ലോ അതെടുക്കുള്ളൂ. അപ്പോൾ എന്നാലും കുടിച്ചിട്ടില്ലെങ്കിലും നമുക്കതൊന്ന് വെച്ചിട്ടൊന്ന് കൊടുത്തു നോക്കണമല്ലോ ഒരു നേരമെങ്കിലും. അപ്പോൾ അത് വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പം ഇനി നമുക്ക് ബീഫ് ഉണ്ടാക്കിയെടുക്കണം. ബീഫ് നുറുക്കിയിട്ട് കൊടുക്കുന്നത് പിന്നെ നല്ല ഭാഗ്യമാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ നുറുക്കാനും വേണ്ടിയിട്ട് പിന്നെ നിൽക്കണ്ട. അപ്പോൾ അതാ ഇത് കൊടുന്ന് വെച്ചുകൊണ്ടാണ് ഇക്കാട് പുറത്ത് കണ്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഉണങ്ങിയ തേങ്ങ വീണ്ടുണ്ടായിരുന്നു വടുക്കുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഇടാൻ നിന്നതാണ്. അപ്പോൾ ആണെങ്കിൽ മോളെ അതിൻ്റെ ചോട്ടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളൊന്നും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതേന്ന്. അപ്പോൾ അതാണ് ഇനി ഞാനിതാ ഈ ബീഫൊക്കെ ഒന്ന് നന്നായിട്ടൊന്നാണ്ട് കഴുകിയെടുക്കട്ടെ. എനിക്കാണെങ്കിലോ ഈ ബീഫ് നന്നായിട്ട് കഴുകിയാൽ എത്ര കഴുകിയാലും പോതീരൂല. ഇത് കാരണം ഇതിൻ്റെ ചുവപ്പ് കളറ് പോയിട്ട് വെള്ള കളറ് വെള്ളമാവോളം ഞാൻ കഴുകിയെടുക്കും കേട്ടോ. ബീഫ് കണ്ട് വെള്ള കളറ് മാതിരി ആക്കും, അതുവരെ കഴുകിയെടുക്കും. അല്ലെങ്കിൽ ഒരു ഇത് തോന്നൂല കേട്ടോ, കൂട്ടാനൊന്നും തോന്നൂല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചോരൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മളിത് എത്ര കഴുകിയാലും ഇങ്ങനെ അരിപ്പയിൽ വെച്ചാൽ അടിയിലൊരു ചുവപ്പ് വെള്ളം വരുമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു വെറുപ്പാണ് കേട്ടോ. ഈ ബീഫ് അങ്ങനെ ബീഫ് വാങ്ങലൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നൊരു ബീഫ് വാങ്ങിയാണ്. ബീഫിന് വല്ല താല്പര്യമൊന്നുമില്ല ഇക്കാക്കോ പോലെ എനിക്കൊന്നും. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ബീഫ് കറി വെച്ചിട്ട് മക്കൾക്കാണെങ്കിലും കോഴിയൊക്കെയാണ് കേട്ടോ അതിനെക്കാട്ടി ഇഷ്ടം. ബീഫ് കറി വെച്ചാണ്ട് ഇന്ന് ഉള്ളത് കൂട്ടിയിട്ടുള്ളൊരു നെയ്ച്ചോറ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ എളുപ്പത്തിന്. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പം വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ പിന്നെ ഏറെയും വീട്ടിലൊക്കെ ബീഫായിട്ടും ചിക്കനായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച എണ്ണിച്ചിട്ട് വാങ്ങലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കാറിനെ ഇന്ന് നെയ്ച്ചോറ് ചളഞ്ഞ് ബീഫ് കൊണ്ടുവരാൻ തന്നെ. അപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ ചളയെന്നൊക്കെ പറഞ്ഞു, പക്ഷേ നോക്കുമ്പോൾ അതിക്ക് കുറച്ച് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനുള്ളതുകൊണ്ടൊക്കെ എന്നാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറിൻ്റെ അരി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വെളിച്ചെണ്ണയിലാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കല്ലേ അപ്പോൾ ഞാൻ ഈ കറി വെക്കണമെന്നും ശരിക്കാണ്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഞാൻ ഒരുപാട് വട്ടം ഉണ്ടാക്കിയതാണ്. കറി വെക്കണതും ഒക്കെ വീഡിയോ കുറേ മുമ്പ് തന്നെ എല്ലേതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ശരിക്കലൊന്നുകൊണ്ട് കാണിക്കാത്തത്. പിന്നെ എല്ലേതും കൂടി എടുക്കുമ്പോൾ വീഡിയോ ഒരുപാട് ഇതാവും ചെയ്യും അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിക്ക് എല്ലാ പൊടികളും തക്കാളി സവാളയും അതുപോലെ ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് തിളച്ച് വേവാതിൻ്റെ ശേഷം ഒരു 1/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിന്ന്, മല്ലിയില ഇട്ടിന്ന്, ഗരം മസാല ഇട്ടിന്ന് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ വിസിലടിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് പിന്നെ ബീഫിലൊരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ അതാണ്. പിന്നെ ലാസ്റ്റ് നന്നായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞാണ് തൂമിക്കുകയും ചെയ്യട്ടോ. അതുപോലെ ഞാൻ അതിൽ ഇതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഉരുളങ്കിഴങ്ങൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ. ഉരുളങ്കിഴങ്ങ് ഇട്ടാൽ കറിയൊക്കെ ഒന്ന് കട്ടിയിടാൻ
അപ്പോൾ കണ്ടില്ല ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഒരു 50 ഗ്രാമോളം അതിലേക്ക് ഒരു പട്ട മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഏലക്കൊക്കെ അപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പട്ട മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സവാള ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ചെറിയ സവാളയിന്ന് അതിട്ട് കൊടുത്ത് അതും കൂടി ഇട്ടിട്ട് വാട്ടി വരുമ്പോഴാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള ഇതിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒഴിച്ചിട്ട് ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഞാനുണ്ടല്ലോ നമ്മളെ ഈ നെയ്ച്ചോറിൻ്റെ ഓയിൽ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. കാരണം വേറൊരു രുചിയാണ് ഈ കാരണം. അപ്പോൾ കുറച്ച് ക്യാരറ്റും കൂടി ഞാനിതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വെള്ളത്തേക്ക് ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഞാനതൊരു പകുതിയോളം ചെറുനാരങ്ങൻ്റെ നീര് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചെടുക്കണം കേട്ടോ. എന്നാൽ നല്ലൊരു ചെറിയൊരു പുളിയും ഉണ്ടാവും. പിന്നെ അതുപോലെ ചോറും തീരെ ഒട്ടിപ്പൊടിക്കൂല കേട്ടോ. അപ്പം ഞാൻ കുക്കറിലാണല്ലോ വെക്കൽ. അപ്പം ഇന്ന് കുക്കറിൽ ഞാനെന്തോ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇതിലാണ്ട് വെച്ചിട്ട് അപ്പം ഞാൻ ഏറെ കുക്കറിലല്ല കാണിക്കൽ. അപ്പോൾ ഇതിൽ വെച്ചതാണ്. ഇതിലും നന്നായി കിട്ടും കേട്ടോ. എനിക്ക് കുക്കറിലും നന്നായിട്ട് കിട്ടും. ഇതിനെക്കാട്ടി എളുപ്പത്തിൽ കുക്കറിൽ കിട്ടും. പക്ഷേ ഇതും എളുപ്പം തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ പാത്രം ആകുമ്പോൾ എളുപ്പമാണ്. ഇതുണ്ട് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലും ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും, കുക്കറിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് ഏലക്കൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ഇട്ടാൽ തന്നെ ചോറിന് നല്ല രുചി കേട്ടോ. അപ്പോൾ ഞാനിത് ഡെക്കറേഷൻ ചെയ്യാനൊന്നും അതുപോലെ ഇതിന് സവാള ഒന്നും മൂപ്പിച്ചിട്ടിട്ടൊന്നുമില്ല. കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. നേരം വൈകിന്ന് പുറത്തത്തെ പണി അപ്പോൾ തേങ്ങടലൊക്കെ കണ്ടിരുന്നില്ല, അതൊക്കെ ചെയ്യാണ്ടായിരുന്നു. പിന്നെ മോളെ നല്ല നേരം വൈകിയിട്ടാണ് ഓളെ പിന്നെ കുളിപ്പിച്ച് ഉറക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ വെച്ച് വന്നപ്പോത്തിന് അപ്പോൾ മെഷീനിൽ തിരുമ്പാളുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നേരം പോകുക തന്നെയല്ല. അപ്പോൾ അത് മോള് കണ്ടില്ലേ വരുന്നത് മുട്ടായി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു കഷ്ണം കൂടി ഉണ്ട് കേട്ടോ. ഓൾക്ക് അറിയാം അതിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് ഓൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അപ്പോൾ മോള് മുട്ടായിയൊക്കെ തിന്നിട്ടുങ്ങാണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയിരിക്കണം. ഞാൻ വാതിലൊന്നും തുറന്നപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഓളെ നോക്കാൻ വേണ്ടിയിട്ടൊന്നാണ് പുറത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ മെഷീനത്തെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്, അത് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അവിടെ അപ്പോൾ അത് ഇക്കവിടെ പുറത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഓരോ പണികളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞാനും ഓള് പുറത്തിറങ്ങിയിരിക്കണമല്ലോ വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കിയാണ്. അപ്പോൾ മെഷീനത്തെ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. കണ്ടില്ല അത്രയും ഞാൻ തിരുമ്പിട്ടിരിക്കണം കേട്ടോ. അതിൽ തന്നെ ആദ്യക്ക് ഇന്നലെ തോരട്ടിട്ടുണ്ടായിരുന്നില്ല. സമയമില്ല കഴിഞ്ഞിട്ടൊന്നും കൂടി വെള്ളമാക്കിയിട്ടൊന്നും കൂടി കണ്ട് കറക്കിയിട്ട് ഇപ്പോൾ തോരട്ടതാണ് കേട്ടോ. കാരണം തീരെ ടൈം ഉണ്ടാവില്ല. തന്നെ പണിയൊക്കെ കൊണ്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ ഓള് നീക്കുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെയും ചെയ്യാണ്ടാവുമല്ലോ. ഫോണിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണാനും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഓള് നീച്ചാലും വീഡിയോ ഒക്കെ കണ്ടിരിക്കാനൊക്കെ സുഖമാണ്. അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് പുറത്തിറങ്ങിയിട്ടുള്ള പണി എടുക്കാനാട്ടോ വലിയ പ്രശ്നം. ഞാൻ കൊലായിൽ ഇങ്ങനെ പോയിരിക്കുകയാണെങ്കിൽ ഓളിങ്ങനെ അവിടെ കൊലായിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് അവിടെ കളിക്കും. ഞാനിവിടെ പണി എടുക്കുമ്പോഴാണ് വീഡിയോ എടുക്കുമ്പോഴൊക്കെയാണ് ഓൾക്ക് പ്രശ്നമാക്കൽ. അതുകൊണ്ടങ്ങനെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയേക്കണ്.
വെള്ളമൊക്കെ നല്ല പാകമായിരിക്കണം കേട്ടോ. അതുപോലെ വേവാനായി. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ അന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണമെന്ന്. പിന്നെ അച്ചാർ ഇപ്പോൾ തീർന്നിക്കണല്ലോ. അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മക്കളൊക്കെ തീർക്കൂട്ടോ. അപ്പോൾ കച്ചമ്പർ ഉണ്ടാക്കാനൊന്നും പിന്നെ നിന്നിട്ടില്ല കേട്ടോ. നല്ല വിശന്നിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് ചോറ് തിന്നാൻ തോന്നി. അപ്പോൾ ചമ്മന്തി ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിനി ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്